ഹായ്, നമസ്കാരം. ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ നമ്മൾ സാധാരണ പറയുന്നത് എന്തൊക്കെയാണ്? മരിച്ചെന്നല്ലോട്ടോ, മരിച്ച് ബോഡിയൊക്കെ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് സാരില്ല, വിധി, എന്തായാലും എല്ലാവരും മരിക്കണം, ഇതാണോ നമ്മൾ പറയേണ്ടത്? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മകൻ മരിച്ച അമ്മയെ കണ്ടു. അധികം പ്രായമില്ല, ഒരു 40 വയസ്സ് താഴെ ഉള്ള മകൻ. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞു, വിജി, നീ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് പറയണം. ആ പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഒരിക്കൽ പോലും ആ സാരില്ലാന്നോ വിധിയാവുന്നോ ഒരിക്കലും പറയരുത്. അതെങ്ങനെ സാരില്ലാണ്ടാവണേ? എങ്ങനെയാണത് കുഴപ്പമില്ലാണ്ടാവുന്നത്? അല്ലെങ്കിൽ വേറെ മകനില്ലേ, മകളില്ലേ? അതൊന്നുമല്ല സൊല്യൂഷൻ. നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ദുഃഖത്തിൽ ഭാഗമാവുക. ജസ്റ്റ് ബി വിത്ത് ദം, അവരോടൊപ്പം ഇരിക്കുക, ഹിയർ ദം. അല്ലാണ്ട് വി ഡു ഹാവ് നോ റൈറ്റ് ടു ടെൽ സാറില്ല എന്നോ. കാരണം നഷ്ടപ്പെട്ടത് അവരുടെ ഏറ്റവും അടുത്തുള്ളവർക്ക് മാത്രമേ ഉള്ളൂ, ഏറ്റവും ക്ലോസ് വൺസിനായിരിക്കും. അതിപ്പോൾ അച്ഛനായാലും അമ്മയായാലും. ഞാൻ പറയുന്നില്ല, മരണമേ എന്നും ദുഃഖം തരുന്നൊരു സംഭവമാണ്. അത് റിയാലിറ്റി ആണെങ്കിൽ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാം ഒരു ദിവസം മരിക്കും. ഇതെല്ലാം ശരിയാണെങ്കിൽ പോലും ഒരിക്കലും നമുക്കൊരു റൈറ്റ് ഇല്ല ഒരു മരിച്ച വീട്ടിൽ ചെന്നിട്ട് അത് സാറില്ല എന്ന് പറയാൻ. എല്ലാ മതഗ്രന്ഥങ്ങളും ശരിക്കും മതങ്ങൾ ഉണ്ടാക്കിയത് തന്നെ മനുഷ്യൻ മര്യാദക്ക് ജീവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിപ്പോൾ വളച്ച് ഒടിച്ച് പല രീതിയിലും ആ ടോപ്പിക്കിലേക്ക് പോകണ്ട, നമുക്ക് നമ്മുടെ കറണ്ട് ഇതിലേക്ക് വരാം. അപ്പോൾ മതഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക. മരണം നടന്നാൽ നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ചെയ്യേണ്ടത്. വി ഷുഡ് ബി വിത്ത് ദം, ജസ്റ്റ് സിറ്റ് വിത്ത് ദം. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അതാണ് ഉറപ്പിക്കേണ്ടത്. നമുക്ക് ഇന്ന് തൊട്ട് നമുക്ക് അങ്ങനൊരു ശീലം ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾക്കിത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഡെവലപ്പ് ദാറ്റ് ഹാബിറ്റ്. നല്ല സംഭവിക്കട്ടെ. ലെറ്റ് ഗുഡ് തിങ്സ് കീപ് ഓൺ ഹാപ്പനിങ് ടു ഓൾ ഓഫ് us and love you all. Thank you.